വരുന്ന റിയറിൻ്റെ സെറ്റാണ് റിയറിൻ്റെ ഡ്രൈവർ ചവിട്ടുന്നില്ലേ ലിങ്കേജ് അവിടെ പോകും ഈ ലിങ്കേജ് കേട്ടോ ഒരു മാർക്കുണ്ട് ആ എങ്ങനെയെങ്കിലും പിക്ക് ചെയ്താൽ സ്റ്റാർട്ടാകും. ആദ്യത്തെ ഇൻജക്ടറിൽ ഫസ്റ്റ് ഇഞ്ചിൻ കഴിയുമ്പോൾ ഫസ്റ്റ് ഡീസലാണ് ഫയറാവണം ആദ്യത്തെ തീർന്നത്. അപ്പോൾ മാത്രമേ സ്റ്റാർട്ടാവും. അതിനൊരു കണക്കുണ്ട്, അതനുസരിച്ച് സെറ്റ് ചെയ്യണം. ഓരോന്നിനും ഓരോ ഫയറിങ് ഓർഡറുണ്ട്, മനസ്സിലായി? ഒന്നിൽ ഇഞ്ചക്ട് ചെയ്താൽ അടുത്ത് ഏതിലാണ് ഇഞ്ചക്ട് ചെയ്യുന്നത് കണക്കുണ്ട്. അതനുസരിച്ച് ഇപ്പോൾ കാണിച്ചത് ഇത് ഡൈലൻ്റാണ്. ഇവിടെ നോക്കിക്കോളാം. ആദ്യം ഏതാ പൊങ്ങിയെ? ഒന്ന്. അടുത്ത ഏതാ പൊങ്ങണ നോക്കിക്കോളൂ. അതാ ബാറ്ററി. അടുത്ത കണ്ട 2. അടുത്ത കണ്ട 6. അടുത്ത കണ്ട ഇതാണ് ഇതിൻ്റെ വയറിംഗ് ആണ്. ചാർജിലെടുത്തിട്ട് ഇതിനെ എല്ലാം ഈക്വൽ ഡീസലായിരിക്കും എല്ലാത്തിനും പറ്റും. ഇതിൻ്റെ ഷട്ടർ വരുന്ന നമ്മുടെ ഒരു വാഹനത്തിൽ പവർ പ്രൊഡ്യൂസ് ചെയ്യുന്നത് എഞ്ചിനാണ്. അസംബ്ലി ചെയ്ത എഞ്ചിൻ അവിടെ ഉള്ളൂ, അത് കാണിച്ചില്ല. ഇതിലെന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പിസ്റ്റൺ വരും. മെയിനായിട്ട് വരുന്ന ക്രാങ്ക് ഷാഫ്റ്റ്, അത് കഴിഞ്ഞിട്ട് ഹെഡ് ഷാഫ്റ്റ്, പിന്നെ പിസ്റ്റൺ, കണക്റ്റിംഗ് റോഡ്, അങ്ങനെയാണ് ഇതിൽ വരുന്ന പാർട്സുകൾ എന്ന് പറയുന്നത്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിലായിട്ട് സിലിണ്ടർ ഹെഡ് വരും. സിലിണ്ടർ ഹെഡിൽ വാൽവ് ഓപ്പറേറ്റിംഗ് മെക്കാനിസം, അതായത് റോക്കറാം, അങ്ങനെയുള്ളത്. ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവും. നിങ്ങൾ ഇങ്ങനെ ഇതായുണ്ട്. പിന്നെ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്രാങ്കേസ്, ഏറ്റവും അടിയിൽ വരുന്ന ഭാഗമാണ് ക്രാങ്കേസ് എന്ന് പറയുന്നത്. പിന്നെ ഇതിൻ്റെ പ്രവർത്തനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ക്രാങ്ക് വർക്കാകുമ്പോൾ, അതായത് ക്രാങ്ക് നമ്മൾ സ്റ്റാർട്ടർ മോട്ടർ ഉപയോഗിച്ച് കറക്കുമ്പോൾ ക്രാങ്ക് ഷാഫ്റ്റ് കറങ്ങി വരും. ഇതിൻ്റെ വരുന്ന പിസ്റ്റൺ മുകളിലേക്ക് താഴെ, അതായത് BDC പൊസിഷൻ വരും. അതായത് ഫ്രഷ് എയർ 4 സ്കോപ്പുണ്ട് ഈ എഞ്ചിനെന്ന് പറയുന്നത്. സക്ഷൻ, കംപ്രഷൻ, പവർ, എക്സോസ്റ്റ്. അത് സക്ഷൻ സ്കോപ്പിൻ്റെ സമയത്ത് ഡീസലിനാകുമ്പോൾ എയർ നേരെ സിലിണ്ടറിനകത്ത് വരികയും അപ്പോഴേ പിസ്റ്റൺ എന്ന് പറയുന്ന ഹോളിൽ താഴെ BDC വരുന്നത്. അടുത്ത സ്കോപ്പ് എന്ന് പറയുന്നത് കംപ്രഷൻ. ഇതിനകത്ത് കയറി എയറിന് കംപ്രസ് ചെയ്യുമ്പോൾ പിസ്റ്റൺ BDC, അതായത് താഴെ നിന്ന് മുകളിലേക്ക് വരും. അന്ന് ഇതിനെ കംപ്രസ് ചെയ്ത് നിർത്തും. അതാണ് കംപ്രഷൻ സ്ട്രോക്ക്. അടുത്തതെന്ന് പറഞ്ഞാൽ പവർ സ്ട്രോക്കാണ്. ഈ കംപ്രസ് ചെയ്ത എയറിന് ഫ്യൂൽ ഇഞ്ചക്ഷൻ, അതായത് ഡീസൽ സ്പ്രേ ചെയ്ത് ചൂടായിരിക്കുന്ന എയറിന് ഡീസൽ സ്പ്രേ ചെയ്ത് കത്തിച്ച് പവർ വരും. ആ സമയത്ത് പിസ്റ്റൺ BDC പോകും, താഴേക്ക് പോകും. ആ പവർ എഞ്ചിൻ്റെ ബാക്കിൽ വരുന്ന വൈദ്യുതി എന്ന് പറയുന്ന സംവിധാനമുണ്ട്, അതിൽ സ്റ്റോർ ചെയ്താണ്. പിന്നെ അവിടെ നിന്ന് ക്ലച്ച്, ട്രാൻസ്മിഷൻ സിസ്റ്റത്തിലുണ്ട്. ക്ലച്ച്, ഗിയർ ബോക്സ്, പ്രൊപ്പലർ ഷാഫ്റ്റ്, ക്രൗൺ ആൻഡ് പിൻ, അതുവഴി ആക്സിൽ വഴി വീലിലോട്ടെത്തുന്നു. ഇതിൽ വരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3 പോർഷനായിട്ട് 3 പോർഷൻ: ഹെഡ്,
എൻജിൻ ബ്ലോക്ക്, ഓയിൽ സബ്, ഈ 3 പോർഷനായിട്ടാണ് ഇതിൽ വരുന്നത്, എൻജിനിൽ വരുന്നത്. നമ്മൾ സെറ്റ് ചെയ്ത എൻജിൻ അവിടെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്. അത് കണ്ടു കഴിഞ്ഞാൽ കറക്റ്റ് അറിയാം. ഇത് ബസ്സിൻ്റെ 6 സിലിണ്ടർ എൻജിനാണ്, ടാറ്റ ഫിലിപ്സ്. കൂടെ വരുന്ന സാധനമാണ് നേരത്തെ നിങ്ങൾ അവിടെ FIS-ൽ കണ്ട ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പ്. ഇത് റോട്ടറി ടൈപ്പ് പമ്പാണ്, റോട്ടറി ടൈപ്പ് ഫ്യൂൽ ഇഞ്ചക്ഷൻ പമ്പാണ്. ഇതെന്ന് പറയുന്നത് എയർ കംപ്രസറാണ്. അതായത് നമ്മളൊരു വാഹനത്തിന് വേണ്ട എയർ, ബ്രാക്കിന് വേണ്ട എയർ, ബ്രാക്ക്, ഡോറ്, ഇങ്ങനെയൊക്കെ ആവശ്യത്തിന് വേണ്ടി എയർ ഉൽപ്പാദിപ്പിക്കുന്ന ഈ കംപ്രസർ വഴിയാണ്. ഇതെല്ലാം ഡ്രൈവ് വരുന്നത് ഇതിൻ്റെ ടൈമിംഗ് വീൽ വഴിയാണ് വരുന്നത്. ടൈമിംഗ് വീൽ എന്ന് പറയുന്നത് ഇതിൻ്റെ ഫ്രണ്ടിലാണ് ഇരിക്കുന്നത്. നമ്മളവിടെ സെറ്റ് ചെയ്ത എഞ്ചിനൊക്കെ കുറവായതുകൊണ്ടാണ് ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ ഇതിൽ വാട്ടർ പമ്പ് വരും. പിന്നെ എഞ്ചിനെ തണുപ്പിക്കാൻ വേണ്ടിയിട്ട് ഫാൻ ലീഫ്, റേഡിയേറ്റർ, അതായത് എഞ്ചിൽ നിന്നുള്ള ചൂട് വെള്ളം എന്ന് പറയുന്നത് ഇത് വഴി വാൽവ് വെച്ചിട്ടുണ്ട്. ഇത് തെർമോസ്റ്റാറ്റ് വെള്ളം എന്ന് പറയുന്നതാണ്. തെർമോസ്റ്റാറ്റ് വാൽവ് എന്ന് പറഞ്ഞാൽ 85 ഡിഗ്രിയിൽ ഓപ്പൺ ആവണതാണ്. 85 ഡിഗ്രി ചൂടാകുമ്പോൾ, എഞ്ചിന് ചൂടാകുമ്പോൾ ഓപ്പണായിട്ട് ആ വെള്ളം അല്ലെങ്കിൽ കൂളൻ്റ് നേരെ റേഡിയേറ്ററിൻ്റെ അപ്പത്താങ്ക് വെച്ചിട്ട് തണുപ്പിക്കുന്ന ഫാനിൻ്റെ സഹായത്തോടെ തണുപ്പിച്ചിട്ട് നേരെ ലോവർ ടാങ്ക് വെച്ച് എഞ്ചിൻ ബ്ലോക്കിനകത്ത് കയറിയിട്ട് വീണ്ടും ഇങ്ങനെ സർക്കുലേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. കൂളിംഗ് സിസ്റ്റത്തിൽ വരുന്ന ഭാഗം ഇതാണ്. പിന്നെ ഇതിനകത്ത് വരുന്ന ലൂബ്രിക്കേഷൻ സിസ്റ്റം, അതായത് ഒരു എഞ്ചിൻ പ്രവർത്തിക്കാൻ ആവശ്യമായിട്ടുള്ള ഓയിൽ, ഇത് പാർട്സുകൾ തമ്മിൽ വരെയാതെ നഷ്ടം ഒഴിവാക്കാനും ലൂബ്രിക്കേഷൻ വേണ്ടിയിട്ടുള്ള ഓയിൽ വരുന്നത് അത് സ്റ്റോർ ചെയ്യുന്ന പറയുന്നത് ഇതിലെന്ന് പറഞ്ഞാൽ 14 ലിറ്ററാണ് കപ്പാസിറ്റി, എഞ്ചിൻ ഓയിലിൻ്റെ കപ്പാസിറ്റി. 1 ലിറ്റർ ഓയിൽ ഫിൽറ്ററിലുണ്ട്. അത് പമ്പ് ചെയ്യണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫ്രണ്ടിൽ തന്നെ ഒരു ഓയിൽ പമ്പുണ്ട്. ഈ എഞ്ചിൻ കറങ്ങുന്നതനുസരിച്ച് പമ്പും കൂടെ വർക്കായിട്ട് ആ ഓയിൽ നേരെ ഒരു സ്കെയിലർ വഴി പമ്പ് ചെയ്ത് നേരെ ഫിൽറ്ററിൽ പോയിട്ട് ഫിൽറ്റർ ചെയ്ത് നേരെ ഹെഡ് വരെ വന്നിട്ട് ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ലൂബ്രിക്കേഷൻ സിസ്റ്റം, പമ്പ് സർക്കുലേഷൻ സിസ്റ്റമാണ്. അത് വാട്ടർ പമ്പായാലും ഓയിൽ പമ്പായാലും വരുന്നത്. പിന്നെ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഫീഡ് പമ്പാണ്. അതായത് ഡീസൽ ടാങ്കിലുള്ള ഡീസലിനെ പമ്പ് ചെയ്ത് നേരെ എഞ്ചിൻ്റെ ആവശ്യമായിട്ടുള്ള ഡീസൽ എത്തിക്കുന്നത്. ഇതിലെന്ന് പറയുന്ന ഒരു കണക്ഷൻ എന്ന് പറഞ്ഞാൽ ഇത് ടാങ്കിൽ നിന്നുള്ളത്. ടാങ്ക് ഇവിടെ ഇല്ലാത്തതുകൊണ്ട് സാറല്ല ത്രൂ ആണ്. അങ്ങനെയാണ് ഇതിൽ വരുന്നത്. സ്റ്റാർട്ടർ മോട്ടർ. പിന്നെ വരുന്നതെന്ന് പറയുന്നത് ക്ലച്ച്. ഇതാണ് ചെറിയ ക്ലച്ച്. നമ്മുടെ ട്രാൻസ്മിഷൻ സിസ്റ്റം നമ്മളൊരു വലിയ ക്ലച്ച് വിട്ടപ്പോൾ ഇത് താഴുമ്പോൾ എന്തിനാണ് ക്ലച്ച് വെച്ചിരിക്കുന്നതെന്നറിയോ? അതായത് എഞ്ചിനും ഗിയർ ബോക്സുമായിട്ടുള്ള ബന്ധം താൽക്കാലികമായി വിടിയിക്കുക. അതായത് നമ്മൾ ഗിയർ മാറുന്ന സമയത്ത് ക്ലച്ച് ചവിട്ടിയില്ലെങ്കിൽ ഗിയർ ബോക്സ് എല്ലാം കൂടെ അതിനകത്തുള്ള തീകളെല്ലാം കൂടെ അടിച്ചു. അതിന് വേണ്ടിയിട്ടാണ് ട്രാൻസ്മിഷൻ സിസ്റ്റത്തിൽ വരുന്നതാണ്. നമ്മൾ ക്ലച്ച് ചവിട്ടുമ്പോൾ റിലീസ് ബെയറിംഗ് വരും. പെടല് ചവിട്ടുമ്പോൾ ഇത് നേരെ ഇതിനകത്തൊരു ക്ലച്ച് ഡിസ്ക് ഉണ്ട്. ഈ കാണുന്ന പവർ ക്ലച്ച് ഡിസ്ക് എന്നാണ്. അത് ഫ്രീ ആയിക്കോളും. അപ്പോൾ എഞ്ചിനുള്ള പവർ ഗിയർ ബോക്സിലോട്ട് വരത്തില്ല. അതിന് വേണ്ടി അത് പിടിച്ച് മൗണ്ട് ചെയ്തിരിക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫ്ലൈ വീലിലാണ്. അതായത് എഞ്ചിൻ്റെ പവർ സ്റ്റോർ ചെയ്യുന്നത് ഫ്ലൈ വീലിലാണ്. ഫ്ലൈ വീലാണ് സ്റ്റോർ ചെയ്യുന്നത്. പിന്നെ വരുന്നത് ടർബോ ചാർജർ. ടർബോ ചാർജർ എന്ന് പറയുമ്പോൾ നമ്മുടെ എഞ്ചിൻ്റെ എമിഷൻസ് കൂട്ടുന്ന വേണ്ടിയിട്ടാണ്. അത് പ്രവർത്തിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സോസ്റ്റ് ഗ്യാസിൻ്റെ പ്രഷറിലാണ്. അതായത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുമ്പോൾ ആ ഒരു ഗ്യാസിൻ്റെ പ്രഷറിലാണ് അത് വർക്ക് ചെയ്ത് നേരെ അവിടെ നിന്ന് റീസൈക്കിൾ ചെയ്ത് എയർ ഫിൽറ്ററിൽ നിന്ന് വരുന്ന എയർ കൂടായിട്ട് വീണ്ടും എഞ്ചിൻ്റെ എഫിഷ്യൻസി കൂട്ടാൻ വേണ്ടിയിട്ട് ഇലക്ട്രിക് മാനിഫോൾഡാണ്. ഇലക്ട്രിക് മാനിഫോൾഡ് ഇതുവഴിയാണ് എഞ്ചിന് ആവശ്യമായിട്ടുള്ള എയർ വലിച്ചെടുക്കുന്നത്. അതായത് നമ്മൾ ബുക്ക് പോലെ ശ്വസനമാണ്. ഇതെന്ന് പറയുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡ്. കത്തുന്ന പുക തിരിച്ച് വെളിയിലേക്ക് പോകുന്നതിന് വേണ്ടിയിട്ടാണ് ഈ ഭാഗം ചെയ്യുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡ്. പിന്നെയുള്ള ഇത് പറയുന്നത് ഓയിൽ ഫിൽറ്ററാണ്. അതായത് കാണുന്നതാണ് ഓയിൽ ഫിൽറ്റർ. ഇതിലാണ് നമ്മൾ എഞ്ചിനകത്ത് കിടക്കുന്ന ഓയിലിനെ പമ്പ് ചെയ്ത് നേരെ ഫിൽറ്റർ ചെയ്ത് വീണ്ടും എഞ്ചിനിലുള്ള ബാക്കിയുള്ള ഭാഗങ്ങളിലോട്ട് ലൂബ്രിക്കേഷന് വേണ്ടിയിട്ട് എത്തിക്കുന്നു.
എയർ ഫിൽറ്ററുണ്ട്. അതായത് നമ്മൾ അന്തരീക്ഷ വായു ഫിൽറ്റർ ചെയ്ത് ഇത് ലോക്കായി കഴിഞ്ഞാൽ, അതായത് കിലോമീറ്റർ അളവ് പരിധിയുണ്ട്. ഇത് അടഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മൂക്കടഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ശ്വാസം അതുപോലെ തന്നെയാണ്. പക്ഷേ ഇതിൽ പൊടി കയറി കഴിഞ്ഞാൽ ഒരു വിഷയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ സിലിണ്ടർ ബോറിനകത്ത് പൊടി കയറി കഴിഞ്ഞാൽ ഈ റിങ്സ് തേഞ്ഞ് ഓയിൽ എഞ്ചിനിൽ കിടക്കുന്ന ഓയിൽ കത്തി വെളിയിലേക്ക് ഡാമാവും. അങ്ങനെയുള്ള എഞ്ചിന് ദോഷം ചെയ്യുന്ന സാധനമാണ്. അതുകൊണ്ടാണ് കറക്റ്റ് കിലോമീറ്ററുകളിൽ നമ്മളെ വീട്ടിലുള്ള വണ്ടിയായാലും നമ്മൾ ഓടിക്കുന്ന ഏത് വണ്ടിയായാലും ശരി ഇതിൽ എഞ്ചിനെന്ന് പറയുന്നത് എക്സോസ്റ്റ് മാനിഫോൾഡാണ്. ഇവിടെ നിന്നുകൊണ്ടാണ് എക്സോസ്റ്റ് മാനിഫോൾഡ്. സിലിണ്ടർ ഹെഡിലാണ് എക്സോസ്റ്റ് മാനിഫോൾഡും ഇലക്ട്രിക് മാനിഫോൾഡും വരുന്നത്. വച്ചേക്കുന്നത് നമുക്ക് സപ്പോർട്ട് വേണ്ടി വെച്ചിട്ടുണ്ടാകും. ഇതിൽ നിന്നാണ് കറണ്ട് നേരെ പോയി ബാങ്കിന് സ്റ്റോർ ചെയ്യുന്നത്. നമ്മൾ വളരെ അങ്ങനെ ഓക്കെ. ഇപ്പം നമ്മൾ ഇതിലായാലും നമ്മൾ ക്ലച്ചിൽ കാല് വെച്ച് ഓർഡർ ചെയ്ത് നമുക്ക് ആവശ്യത്തിന് മാത്രം, അതായത് ഗിയർ ഡൗൺ ചെയ്യുക അതിന് വേണ്ടിയിട്ട് മാത്രം ക്ലച്ചിൽ കാല് വയ്ക്കുക. അല്ലാതെ പ്ലേ പോലും ചവിട്ടരുത്. പ്ലേ ചവിട്ടി കഴിഞ്ഞാലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത് വെറുതെ ഇങ്ങനെ ചവിട്ടി കഴിഞ്ഞാൽ ഇങ്ങനെ ഈ പ്ലേ മാത്രം എടുത്തു കഴിഞ്ഞാൽ ഇതിൻ്റെ ക്ലച്ച് ഡിസ്ക് താഴ്ന്നിട്ട് നമ്മളെ വണ്ടിയുടെ ക്ലച്ച് ലൈഫ് കുറയും. ഗിയർ മാറിയിട്ട് നമ്മൾ ഗിയർ അതിൻ്റെ പുറത്ത് കൈ വയ്ക്കുമ്പോൾ നമ്മുടെ കൈയുടെ വെയിറ്റ് ഈ ഭാഗത്തേക്ക് ഇങ്ങനെ ഫോഴ്സ് ഉണ്ടാകും. അപ്പോൾ ഈ ഭാഗത്ത് ഇങ്ങനെ കട്ടാകും. ഇതിങ്ങനെ കട്ടായി എന്ത് ചെയ്യുന്നു, ഇത്രയും ഭാഗം കട്ടായി പോകും. അടുത്ത് നമ്മൾ ഗിയർ ഇട്ട് കഴിഞ്ഞാൽ എന്ത് ചെയ്യും, നമ്മളിപ്പോൾ സെക്കൻഡ് ഗിയറിൽ ഇവിടെ മൂവിങ് ചെയ്യുന്നത് ഈ ഭാഗത്തിനും കട്ടായി പോകുകയാണ്. നമുക്ക് എന്ത് ചെയ്യാം, ഗിയർ വിട്ട് അങ്ങനെ സെക്കൻഡ് ഗിയർ പോയി പെട്ടെന്ന് ചാടി ഗിയർ തിരിച്ചു. ഇപ്പോൾ കുറേ കാലം ഇങ്ങനെ ഓടിക്കുമ്പോൾ ഒരു ഗിയർ കൈവച്ച് ഓടിക്കാൻ പാടില്ല. ക്ലച്ച് നമുക്ക് ഗിയർ മാറും. ഇതാണ് പ്രധാനപ്പെട്ടത്. ഇതുമായിട്ട് കോൺടാക്ട് ചെയ്ത് ഈ ഭാഗത്ത് പുതിയ ഗിയറാണ്, ഈ ഗിയറിലേക്കാണ്. അപ്പോൾ ഇങ്ങനെ കറങ്ങി കഴിഞ്ഞാൽ കണ്ടല്ലോ ഇത് തിരിഞ്ഞ് കയറും. അങ്ങോട്ട് പറയുകയാണെങ്കിൽ തിരിഞ്ഞ് കയറും. ഇതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, വേറെ വീലിലേക്കാണ് ചെയ്യുന്നത്. അങ്ങനെയാണ് റിവേഴ്സ് ഉണ്ടാകുന്നത്. അതായത് 3 വീലുകൾ കോൺടാക്ട് ചെയ്താണ് റിവേഴ്സ് ഉണ്ടാകുന്നത്. സാധാരണ 2 വീലുകൾ കോൺടാക്ട് ചെയ്താണ് സാധാരണ ഗിയർ ഉണ്ടാവുകയാണെങ്കിൽ ഇതിൽ നിന്ന് ഇവിടെ പോയി ഇവിടെ നിന്ന് വേറെ വീലിലേക്ക് പോയി അങ്ങനെ എന്ത് ചെയ്യുന്നു, റിവേഴ്സ് ചെയ്യാൻ പറയുന്നത്. ഇതിനെ പറയുന്ന ഐഡിയൽ ഗിയർ എന്ന് പറയുന്നത്. കൗണ്ടർ ഷാഫ്റ്റ്, അതായത് ലേ ഷാഫ്റ്റ് പവർ ഐഡിയൽ ഗിയർ പോയി ഐഡിയൽ ഗിയറിൽ നിന്നും മെയിൻ ഷാഫ്റ്റ് എന്ന് പറയും. അതായത് നമുക്ക് ഔട്ട്പുട്ട് കൊണ്ടുവരുന്ന ഷാഫ്റ്റ് രീതിയിലേക്ക് പവർ ട്രാൻസ്ഫർ ചെയ്യും. അങ്ങനെ നമുക്ക് റിവേഴ്സ് ചെയ്യുന്നത്.